ആലത്തൂരിൽ കെ.ഡി. പ്രസേനന് പിൻഗാമിയാകാൻ ടി.എം. ശശി. സിപിഐഎമ്മിന്റെ ഉറച്ച കോട്ട ശശിയിലൂടെ നിലനിർത്താമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി. ടി.എം. ശശി ന്യൂസ് മലയാളത്തോടൊപ്പം ചേർന്നു. അതിലേക്ക്. ആലത്തൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയായി ടി.എം. ശശിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ കന്നി അംഗത്തിനാണ് ടി.എം. ശശി ഒരുങ്ങുന്നത്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? നമുക്കറിയാലോ, ആലത്തൂർ മണ്ഡലം എന്നത് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന പകരം വയ്ക്കാനില്ലാത്ത വികസനം. 10 കൊല്ലം കൊണ്ട് കേരളം ലോകത്തിന് തന്നെ വിവിധങ്ങളായ കാരണങ്ങളാൽ മാതൃകയാക്കിയ ഈ സാഹചര്യം, വിവിധ പ്രതിസന്ധികളിൽ എങ്ങനെയാണ് ഒരു ഭരണാധികാരി, ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഈ കേരളത്തിന് കാണിച്ചു കൊടുത്ത സാഹചര്യം. ഒപ്പം ഈ ആലത്തൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഈ കേരളത്തിൽ തുടർച്ചയുണ്ടാവും. ആലത്തൂരിൽ സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ആലത്തൂരിനും തുടർച്ചയുണ്ടാവും. വികസനം തന്നെയാണോ മുഖ്യ പ്രചരണായുധം? തീർച്ചയായും വികസനം തന്നെ മുഖ്യ പ്രചരണായുധം. ഈ രാജ്യത്ത് ഏറ്റവും മികച്ച വ്യവസായം വളർന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനമുള്ള കേരളമായി നമ്മുടെ കേരളം മാറി. അങ്ങനെ എല്ലാം അടിമുടി മാറ്റി എന്നതാണ്. UDF ആണ് ഈ കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിലുണ്ടായെന്ന് വിചാരിക്കുക, ചിന്തിക്കാൻ പറ്റില്ല. ഈ കേരളത്തിൽ ഇന്നുള്ള പോലെ കേരളത്തെ കാണാൻ വേണ്ടി കഴിയില്ല. പ്രധാനമായും പാലക്കാട് അല്ലെ ആലത്തൂരിനെ സംബന്ധിച്ച് കാർഷിക ഗ്രാമമാണ്. അപ്പൊ നെല്ലിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിലൊരു പ്രധാന ചർച്ചാ വിഷയം ആകില്ല? ഉണ്ട്. ചില പ്രശ്നങ്ങൾ ഈ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം നമുക്കറിയാം. കേന്ദ്രം നമുക്ക് അനുവദിച്ച് തരേണ്ട, നെല്ലെടുത്തിട്ട് പോലും അനുവദിച്ച് തരേണ്ട പണം 1500ഓളം കോടി രൂപ ഇപ്പോഴും ബാക്കിയാണ്. പക്ഷേ അതൊക്കെ ഉണ്ടാവുമ്പോഴും കേരളം കൃത്യമായി അതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, മില്ലുടമകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടു. ആ പ്രശ്നങ്ങളിൽ സ്ഥായിയായ പരിഹാരം കണ്ടുവന്നതാണ്. സഹകരണ സ്ഥാപനങ്ങൾ നെല്ലെടുക്കാൻ ധാരണയായി ഇന്നലെ ഇപ്പോൾ കരാർ ഒപ്പിട്ടു. ഇനി നെല്ലളന്നാൽ 3 ദിവസം കൊണ്ട്, അതായത് PRS സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് കർഷകന് പണം കിട്ടുന്ന തീരുമാനം സർക്കാർ ഉണ്ടാക്കി. പാപ്കോസ് 71 കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി കണ്ണമ്പ്രയിൽ 26.7 ഏക്കർ സ്ഥലത്ത് ഈ ജില്ലയിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മില്ലിന് ഇന്നലെ ബഹുമാനപ്പെട്ട തരൂർ MLA ശ്രീ PP സുമോദ് ഉദ്ഘാടനം കൂടി ചെയ്തു. തീർച്ചയായും പാലക്കാട് ജില്ലയിലെ നെല്ലിന്റെ പ്രശ്നം അതോടുകൂടി പൂർണ്ണമായും പരിഹരിച്ചു എന്നതാണ്. എന്തായാലും വിജയാശംസകൾ. സന്തോഷം. എന്തായാലും ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് ആലത്തൂർ മണ്ഡലം. അതിനാൽ തന്നെ ഇത്തവണ ടി.എം. ശശിയിലൂടെ ആലത്തൂർ നിലനിർത്താം എന്ന് തന്നെയാണ് ഇടതുപക്ഷവും കരുതുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.